ഹലോ. ഇടയിൽ കട്ടായി പോണ്ടായിരുന്നു കുറച്ച് ഭാഗം. കട്ടായിപ്പോയി. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റിൽ നമ്മുടെ ഉണ്ട്. റിയൽ നമ്പർ ചാപ്റ്റർ ഒന്ന് എടുത്തേ. എടുത്തു. ഓക്കെ, അതിൽ ആദ്യത്തെ സെക്ഷൻ കണ്ടോ? പോയിന്റ്സ് ആൻഡ് നമ്പേഴ്സ്. അതിൽ അവിടെ പറയുന്നത് വെച്ചാൽ പോയിന്റ്സ് ആൻഡ് നമ്പേഴ്സ്, അതിൽ അവിടെ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ലെങ്ത് ഓഫ് ലൈൻസിനെ നമ്പേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. കണ്ടോ? അവിടെ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആദ്യം ഒരു യൂണിറ്റിനെ, ഒരു ലെങ്ത് 1നെ നമ്മൾ യൂണിറ്റ് ആയിട്ട് ഒരു ഫിക്സഡ് യൂണിറ്റ് ആക്കി എടുക്കുക. ഫിക്സഡ് നമ്മൾ 1ന് നമ്മളൊരു ലൈനിന്റെ ഫിക്സഡ് യൂണിറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ 1നെ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആ ലെങ്തുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, അവിടെ ഫസ്റ്റ് ഫിഗറിൽ ആ ഒരു ലൈനിന്റെ ലെങ്ത് 1 യൂണിറ്റ് ആണ്. അപ്പോ അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആയി, അതായത് ആ രണ്ട് ലൈൻ ചേർത്ത് വെക്കുന്നതാണ് ആ ഡബിൾ ദി ലെങ്ത് ഓഫ് ദാറ്റ് ലൈൻ. ഡബിൾ ദി ലെങ്ത് ഓഫ് ദാറ്റ് ലൈൻ. ആൻഡ് നമ്മൾ ആ ലൈനിന്റെ ഹാഫ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഹാഫ് ഓഫ് ദാറ്റ് ലൈൻ. ദാറ്റ് മീൻസ് നമ്മൾ എടുത്തിരിക്കുന്ന 1 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ഹാഫ് ഓഫ് ദാറ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് 1, ദാറ്റ് ഈസ് 1/2. പിന്നീട് പറഞ്ഞിരിക്കുന്നത് 1.5 ടൈംസ് ഓഫ് ദി ലെങ്ത്, അതായത് 1ഉം പിന്നെ ഹാഫ് പോർഷനും കൂടെ ചേർത്ത് വെക്കുന്ന 1 and 1/2 പോർഷൻ ഓഫ് ദാറ്റ് ലൈൻ എന്നാണ്. ഇത് പറയാൻ കാരണം നമുക്ക് കുറച്ച് യൂണിറ്റ്സിനെ, അതായത് കുറച്ച് നമ്പേഴ്സിനെ യൂണിറ്റ് ആക്കി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത നമ്പേഴ്സും ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്നത് ദി ഫിക്സഡ് ലെങ്ത് വി ടേക്ക് 1 ഈസ് കോൾഡ് യൂണിറ്റ് ഓഫ് ലെങ്ത്, അതായത് 1നെയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ 1നെ യൂണിറ്റ് ആക്കി ഒരു ഫിക്സഡ് യൂണിറ്റ് ആക്കി എടുക്കാമെങ്കിൽ ബാക്കിയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെയും ഫ്രാക്ഷൻസിനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, ലെങ്ത് ആക്കി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത ചില സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അവിടെ കൊടുത്തേക്കുന്ന അവിടെ ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, 1 യൂണിറ്റ് ഈച്ച് സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ. ആ സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, നിങ്ങൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടില്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതായത് അതിന്റെ ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും, അതായത് അവിടെ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും 1 ആണെങ്കിൽ അതിന്റെ ഡയഗണലിന്റെ മെഷർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √2. ആൻഡ് ഇതേപോലെ തന്നെ 1 ഡയമീറ്റർ വരുന്ന ഒരു സർക്കിളിന്റെ പെരിമീറ്ററും അവിടെ കൊടുത്തിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 2πr. ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് ഒരു രീതിയിലും മറ്റൊരു രീതിയിലും എക്സ്പ്രസ് ചെയ്യാൻ, ഇക്വേഷനിൽ പരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു നാച്ചുറൽ നമ്പർ 5, ഈ 5നെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പറിനെ ഇപ്പം ഒരു നമ്പർ ഇപ്പം 1 കൊണ്ട് വെച്ചാൽ അതിന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5/1 എന്ന് കിട്ടും, അല്ലേ? അതെ.
അതെ. അതുപോലെ തന്നെ ആ 5-നെ നമ്മൾ മുകളിലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 5/1 ഇൻറ്റു ന്യൂമറേറ്ററിനെ ആൻഡ് ഡിനോമിനേറ്ററിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10/2 എന്ന് കിട്ടും. 10/2 ഈസ് ഓൾസോ 5 തന്നെ. അപ്പോൾ ഇത് പറയാൻ കാരണം 5-നെ നമുക്ക് 5/1 ആയിട്ടും 10/2 ആയിട്ടും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതേപോലുള്ള ഇറാഷണൽ സെറ്റിൽ ഉൾപ്പെടുന്ന √2, √3, പൈ ഇങ്ങനത്തെ നമ്പേഴ്സിനെ നമുക്ക് ഈ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത നമ്പേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പം ഇറാഷണൽ നമ്പേഴ്സ്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് ഓൾസോ റിയൽ നമ്പേഴ്സ് എന്താണ് എന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാനാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ കൺസിഡർ ചെയ്താൽ ഏതൊരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജറും നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 5-നെ നമുക്ക് 10/2 ആയിട്ട് അല്ലെങ്കിൽ എന്താണ് 5/1 എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് അതിനൊരു ജനറൽ കേസിൽ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ എക്സ്പ്രഷൻസ് ഒരു ജനറൽ കേസിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ x/y ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സും വൈയും ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മാത്രമേ അതിനെ റാഷണൽ സെറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ. അതായത് ഇപ്പോൾ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജറും നെഗറ്റീവ് ഇൻറ്റിജറും സീറോയും ഫ്രാക്ഷൻസ് ചേരുന്നതാണ് റാഷണൽ നമ്പർ. ഇപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ പറഞ്ഞേ, ഇഷ്ടമുള്ളൊരു പോസിറ്റീവ് ഇൻറ്റിജർ. കേട്ടില്ല. 2 is a positive integer. 2-ന്റെ ഓപ്പോസിറ്റ് സൈൻഡ് ഇൻറ്റിജർ, അതായത് 2-ന്റെ നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുന്നത് -2. ഇപ്പൊ 2 നമ്മൾ എടുക്കുകയാണെങ്കിൽ 2-നെ നമുക്ക് എങ്ങനെയാ 2/1 എന്ന ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം 1 കൊണ്ട് ഏതൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്താലും നമുക്ക് അതേ നമ്പർ തന്നെ കിട്ടും. സോ 2 can be converted is in the form, അതായത് x/y-ലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ 2/1 ആക്കി നമുക്ക് സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അവിടെ x 2ഉം y 1ഉം ആയിരിക്കും. അപ്പോൾ ഈ 2ഉം 1ഉം നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ ഉൾപ്പെടുന്നതല്ലേ? അല്ലേ? അതെ. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ ഉൾപ്പെടുന്നവയാണ്. പക്ഷേ ഈ ഇറാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള √2ഉം √3ഉം നമുക്ക് ഇതേപോലെ x/y എന്ന് പറഞ്ഞ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ടാണ് അത് ഇറാഷണൽ സെറ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സിന്റെ ഹോൾ സെറ്റിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ നമ്പേഴ്സും ഉൾപ്പെടും. -∞ മുതൽ +∞ വരെ ഉൾപ്പെടും. മനസ്സിലായോ? നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. എന്താണ് നമ്മൾ വളരെ ചെറിയൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ് റിയൽ നമ്പേഴ്സ്, വാട്ട് ഡു യു മീൻ ബൈ, അല്ലെങ്കിൽ ഡിഫൈൻ റിയൽ നമ്പേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, റിയൽ നമ്പേഴ്സ് is a set of rational and irrational numbers. Rational numbers എന്ന് പറയുന്നത് rational number is consist of integers, both integers എന്ന് പറഞ്ഞാൽ both positive and negative integers including 0, and fractions എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറും p/q എന്ന ഫോമില് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഏതൊരു നമ്പറും ഫ്രാക്ഷൻ ആയിരിക്കും.
ബാക്കി ഏതൊരു നമ്പറിനെ p/q എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതിനെ നമ്മൾ ഫ്രാക്ഷൻസ് ആയിട്ട് പറയും. ഈ ഫ്രാക്ഷൻസും ഇന്റിജേഴ്സും ഉൾപ്പെടുത്താത്ത ബാക്കി ഉള്ള സെറ്റിനെയാണ് നമ്മൾ ഇറാഷണൽ എന്ന് പറയുന്നത്. ഇറാഷണലിനെ നമുക്ക് ഈ ഒരു റാഷണൽ നമ്പറിന്റെ ആ ഒരു ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? ഓക്കെ. നിങ്ങളെ നോട്ട്സ് ഇപ്പോഴെപ്പോഴേ എഴുതി പോകുന്നോ അതോ ഞാൻ അയച്ചു തന്നാൽ മതിയോ? എങ്ങനെയാ നിങ്ങളുടെ കൺവീനിയൻസ്? ഓക്കെ. ഓക്കെ. അപ്പൊ ഒരു പ്രോബ്ലം എഴുതിക്കേ. ഹലോ, എല്ലാവരുടെയും കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ? ഉണ്ട്. ഒരു പ്രോബ്ലം എഴുതിക്കേ. പറയട്ടെ. ക്ലാസിഫൈ the following numbers എഴുതിയോ? എഴുതി. Classify the following numbers as rational and irrational numbers. എഴുതി. Classify the following numbers as rational and irrational numbers. ഞാൻ നമ്പേഴ്സ് പറയാം ഓരോന്നോരോന്നായിട്ട് കേട്ടോ. ടു, എഴുതിയോ? എഴുതി. ഓക്കെ. 2 √2 ഞാനത് സ്ക്രീനിൽ ഷെയർ ചെയ്യാം നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു. ക്ലാസിഫൈ ദി ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഹലോ, കേൾക്കാം സാർ. ഓക്കെ. ഞാൻ നമ്പേഴ്സ് എഴുതാം. ഇത്ര നമ്പേഴ്സ് എഴുതി കഴിഞ്ഞിട്ട് പറയണേ. എഴുതി. എല്ലാരും എഴുതിയോ? എഴുതി. ഇത് ഇറേസ് ചെയ്യട്ടെ.
ചെയ്തു. എഴുതി. എഴുതിയോ എല്ലാവരും? എഴുതി. ഓക്കെ ഓക്കെ. അപ്പം ഈ നമ്പേഴ്സിന്റെ സെറ്റിൽ ഏതൊക്കെയാണ് റാഷണൽ നമ്പേഴ്സും ഏതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻഡിജേഴ്സിന്റെ സെറ്റും ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ സെറ്റിൽ ഉൾപ്പെടുത്താത്ത ബാക്കി നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പൈ, √2, √3, √5, √7 എക്സെട്ര. അപ്പം പറഞ്ഞേ, ഇതിൽ ഏതൊക്കെയാണ് റാഷണൽ നമ്പേഴ്സ്? ഹലോ, കേക്കാം. ഇതിൽ ഏതൊക്കെയാണ് റാഷണൽ നമ്പേഴ്സ്? 2 എന്തുകൊണ്ടാണ് റാഷണൽ നമ്പർ എന്ന് പറയാൻ കാരണം? 2 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻഡിജർ ആയതുകൊണ്ട്. Two is a positive integer, so it is a rational number. And next, √2. ഇറാഷണൽ നമ്പർ അല്ലേ? കാരണം √2നെ നമുക്ക് p/q എന്ന് പറഞ്ഞ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം √2 ഒരു നാച്ചുറലോ ഇൻഡിജറോ ഫ്രാക്ഷനോ അല്ല, അല്ലേ? √2 is an irrational number. Next, 2/3. 2/3 എന്നാൽ p/q എന്ന് പറഞ്ഞ ഫോമിലല്ല കിടക്കുന്നത്. കാരണം p-യുടെ സ്ഥാനത്ത് 2ഉം q-ന്റെ സ്ഥാനത്ത് 3ഉം. ബോത്ത് ആർ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് 2ഉം 3ഉം. അതുകൊണ്ട് 2/3 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. Next, 1/2. നിങ്ങൾ എഴുതുന്നുണ്ടോ? ഉണ്ട്. Okay. 1/2. 1/2 is also a rational number. കാരണം 2/3യുടെ അതേ ഫോം p/q എന്ന് പറഞ്ഞ ഫോമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. Both are natural numbers. So that is positive integers ആണ് 1 and 2. 1/2 ഒരു റാഷണൽ നമ്പർ ആണ്. അടുത്തത് പൈ. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. പൈ is an irrational number because pi cannot be expressed as in the form of a rational number. നമുക്ക് അതിന്റെ ആ ഒരു ഫോമിലേക്ക് നമുക്ക് പൈനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. ആൻഡ് π/2. ഇപ്പം π/2 എന്ന് പറഞ്ഞാൽ p/q എന്ന് പറഞ്ഞ ഫോമിലാണ് കിടക്കുന്നതെന്ന് തോന്നാം. പക്ഷേ അവിടെ 2 മാത്രമേ ഉള്ളൂ ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. പൈ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറോ അല്ലെങ്കിൽ
ഇൻഡിജേഴ്സിൽ ഉൾപ്പെടുത്തുന്നതല്ല. സോ പൈ ബൈ 2 എന്നതും ഒരു ഇറാഷണൽ നമ്പർ ആണ്. ക്ലിയർ? ഓക്കെ സാർ. ഓക്കെ. നെക്സ്റ്റ് 9/4. 9/4 റാഷണൽ നമ്പർ തന്നെയാണ്. കാരണം 9 and 4 ആർ ബോത്ത് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. സോ 9/4 is a rational number. Next 3/pi. 3/pi എന്നതും p/q എന്ന് പറഞ്ഞ ഫോമിലാണ്. പക്ഷേ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന പൈ നാച്ചുറൽ ഇൻഡിജറോ ഫ്രാക്ഷനോ ആ ഒരു സെറ്റിൽ ഉൾപ്പെടുന്ന ഇതല്ല. സോ 3/pi is a irrational number. ഓക്കെ. ഓക്കെ. Next 5/√2. 5/√2 √2 ഒരു ഇറാഷണൽ നമ്പർ ആണ്. സോ ഒബ്വിയസ്ലി 5/√2 എന്നത് ഒരു ഇറാഷണൽ നമ്പറിന്റെ സെറ്റിൽ ഉൾപ്പെടുന്നു. കാരണം അവിടെ 5 നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് കാര്യമില്ല, അതായത് ഇൻഡിജർ ആയതുകൊണ്ട് കാര്യമില്ല. ഡിനോമിനേറ്റർ √2 ഇറാഷണൽ ആയതുകൊണ്ട് 5/√2 is also an irrational number. കാരണം √2നെ നമുക്ക് വേറൊരു രീതിയിലും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. ക്ലിയർ? ഓക്കെ. നിങ്ങളുടെ ശബ്ദം ക്ലിയർ ആവുന്നില്ല, അതാ പിന്നെ ചോദിച്ചേ. നെക്സ്റ്റ് 9/√2. 9/√2 ഒരു ഇറാഷണൽ നമ്പർ. കാരണം √2 is an irrational number. അടുത്ത നമ്പർ എന്തുവാ? √16. ഇത് നിങ്ങൾ പറഞ്ഞേ, ഇതൊരു റാഷണൽ ആണോ ഒരു ഇറാഷണൽ നമ്പർ ആണോ? ഹലോ, കേക്കാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. √16 എന്നത് ഒരു റാഷണൽ ആണോ ഒരു ഇറാഷണൽ നമ്പർ ആണോ? ഇറാഷണൽ ആണ് സാർ. കാരണം സാർ റാഷണൽ നമ്പർ അല്ലേ? റീസൺ എന്താ? റീസണോടെ പറ. √16 നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും? അതൊരു പോസിറ്റീവ് നമ്പർ. നിങ്ങൾ LCM പഠിച്ചിട്ടുണ്ടോ? LCM ഒരു നമ്പറിന്റെ LCM കണ്ടുപിടിക്കാൻ. ഹലോ, കേൾക്കാം സാർ. ഓക്കെ. √16 എന്ന് പറയുന്നത് is equal to 4 ആണ്, അല്ലേ? അതെ. അതെ. √16 ഈക്വൽ ടു 4 ആയതുകൊണ്ട് 4 എന്താണ്? പോസിറ്റീവ് റാഷണൽ നമ്പർ. 4 ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. പോസിറ്റീവ് ഇൻഡിജർ ആയതുകൊണ്ട് √16 ഒരു റാഷണൽ നമ്പർ ആണ്. മനസ്സിലായോ? അത് ആ ഒരു വ്യത്യാസം. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് √2 √3 ഒന്നും നമുക്ക് നാച്ചുറൽ നമ്പറുമായിട്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, ആ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ √16 ഈക്വൽ ടു 4 ആണ്. സോ 4 ഒരു നാച്ചുറൽ നമ്പർ വെച്ചാൽ ഒരു പോസിറ്റീവ് ഇൻഡിജർ ആയതുകൊണ്ട് √16 ഈസ് എ റാഷണൽ നമ്പർ. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. കാരണം √16 റാഷണൽ നമ്പർ ആയതിന്റെ കാരണം എന്ന് പറഞ്ഞത് 4² എന്നത് 16 ആണ്. സോ 16ന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ.
മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. നെക്സ്റ്റ് നമ്പർ, അടുത്ത നമ്പർ എന്തുവാ? 8/√4 അല്ലേ? അതെ. 8/√4. ഇത് നിങ്ങൾ എന്ത് പറയുന്നു? ഇതൊരു റാഷണൽ ആണോ ഒരു ഇറാഷണൽ നമ്പർ ആണോ? റാഷണൽ നമ്പർ. കാരണം 8 പോസിറ്റീവും √4 ആണ് വന്നിരിക്കുന്നത്. √4 ആയതുകൊണ്ടാണ് അതൊരു ഇറാഷണൽ നമ്പർ എന്ന് പറയാൻ കാരണം. അപ്പോ 2 സ്ക്വയർ അല്ല സോറി 2 സ്ക്വയർ ഉണ്ട്, 2 × 2 4 അല്ലേ? അതെ. അപ്പോ 4 റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2 × 2 അല്ലേ? അതെ. അപ്പോ √4 എന്നത് 2 ആവില്ലേ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 16ന്റെ LCM നമ്മൾ കണ്ടില്ലേ? 16 അതിന്റെ LCM എടുക്കുമ്പോൾ നമ്മൾ 16 നമ്മൾ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? 8 അല്ലേ കിട്ടുന്നത്? നിങ്ങൾ LCM പഠിച്ചിട്ടില്ലേ? ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് സർ. ഓക്കെ. അതെ, അതെന്ന് വെച്ചാൽ 16 കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 16 നമ്മൾ ലോവസ്റ്റ് നമ്പറായ 2 കൊണ്ട് ചെയ്യുമ്പോൾ 8 × 2 ആണ് 16, സോ 8. അപ്പൊ 8നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 കിട്ടും, കാരണം 4 × 2 ആണ് 8. അതിനെ വീണ്ടും 2 × ചെയ്യുമ്പോൾ 2, വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അപ്പോ ഇവിടുന്ന് ഓരോ 2 വെച്ച് കോമൺ എടുക്കുമ്പോൾ ഈ രണ്ട് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. അതുകൊണ്ടാണ് √16 4 എന്ന് വന്നത്. മനസ്സിലായോ? മനസ്സിലായി സർ. മനസ്സിലായി. ഓക്കെ. അതേപോലെ നമ്മൾ 4ന്റെ LCM എടുക്കുകയാണെങ്കിൽ 4നെ നമ്മൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 × 2 ആണ് 4. അപ്പോൾ ആ 2നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 2 കോമൺ എടുക്കുമ്പോൾ √4 എന്ന് പറയുന്നത് ഈക്വൽ ടു 2. സോ 8/√4 അല്ല നമ്മുടെ നമ്പർ ഫ്രാക്ഷൻ. സോ √4 2 ആയതുകൊണ്ട് ആ ഫ്രാക്ഷൻ 8/2 എന്ന് വരത്തില്ലേ? അപ്പോ 8/2 എന്തുവാ? റാഷണൽ നമ്പർ. 8/2 ഈക്വൽ ടു 4. 4 ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ 8/√4 ഇസ് എ റാഷണൽ നമ്പർ. മനസ്സിലായോ? ലാസ്റ്റ് നമ്പർ മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് അടുത്തത് √4 ആ ചോദിച്ചേക്കുന്നത്. ഇതേപോലെ തന്നെ √4 ഈക്വൽ ടു 2 ആയതുകൊണ്ട് √4 എന്നത് ഒരു റാഷണൽ നമ്പറാണ്. ഇതേപോലെ തന്നെ അതായത് നമ്മൾ ആദ്യം അവസാനത്തെ 3 നമ്പേഴ്സ് √16, 8/√4 ആൻഡ് √4 ഇവയില് √16ഉം √4ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് അതിനെ നമുക്ക് റൂട്ട് എടുക്കാൻ സാധിക്കും. അതായത് 2 സ്ക്വയർ എന്നത് 4ഉം 4 സ്ക്വയർ എന്നത് 16ഉം ആയതുകൊണ്ട് √16ഉം √4ഉം 4ഉം 2 ആയി. ബാക്കി ഒന്നും നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പം 27 എടുക്കുക, നമ്മൾ √27 എടുക്കുക. അതിനെ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ 3 കൊണ്ട് നോക്കണം. 3 കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 9. കാരണം 9 × 3 ആണ് 27 അല്ലേ? ഹലോ
കേൾക്കാം സാർ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പം അടുത്ത നമ്മൾ 9നെയും അതേപോലെ തന്നെ 2 കൊണ്ട് നോക്കുമ്പോൾ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 ഇല്ല. സോ 3 കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് 3 ഇൻറ്റു 3 ആണ് 9. വീണ്ടും 3 കൊണ്ട് നോക്കുമ്പോൾ 1 കിട്ടും. ഇവിടെ ഒരു 3 കോമൺ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 3 റൂട്ട് 3 ആണ്. ദാറ്റ് ഈസ് റൂട്ട് 27 എന്ന് പറയുന്നത് അതിൻ്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് 3 റൂട്ട് 3. സോ ഇവിടെ റൂട്ട് 3 എന്നത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് കാര്യമില്ല. റൂട്ട് 3 എന്നത് ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് 27 എന്നതും റൂട്ട് 27 എന്നതും ഒരു ഇറാഷണൽ നമ്പർ ആണ്. ഇപ്പൊ മനസ്സിലായോ റൂട്ട് 16ഉം റൂട്ട് 27 തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായി സാർ. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ നമ്പറായ ഒരു 0നെ പോലും നമുക്ക് a/b എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. കാരണം 0നെ നമ്മൾ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും, ഇപ്പൊ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും വാല്യൂ 0 തന്നെയാണ്, അല്ലേ? അതെ. അതുകൊണ്ട് 0യും ഒരു റാഷണൽ നമ്പറാണ്. മനസ്സിലായി? ഓക്കെ. ഓക്കെ സാർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റാഷണൽ നമ്പേഴ്സിനെ എല്ലാം, അതായത് ഈ നമ്പേഴ്സിന്റെ സെറ്റ്, ഫോർ എക്സാമ്പിൾ റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ റാഷണൽ നമ്പറിന്റെ ഇറാഷണൽ നമ്പറിന്റെ സെറ്റുകളുടെ യൂണിയൻ ആണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ പറയുന്നത്, രണ്ടിനെയും ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് റിയൽ നമ്പേഴ്സ്. അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി എങ്ങനെ ജിയോമെട്രിക്കലി എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഫിഗറിൽ എങ്ങനെ നമുക്ക് ഇതിനെ കാണിക്കാൻ സാധിക്കും. ഓക്കെ. ഓക്കെ സർ. ഓക്കെ. അപ്പോൾ നമ്മളൊരു ലൈൻ വയ്ക്കുകയാണ്. അതിൽ നമ്മൾ മിഡ് പോയിന്റിൽ നമ്മൾ 0യിൽ നിന്ന് 1 യൂണിറ്റ് ഡിവൈഡ് ചെയ്ത് നമ്മൾ മെഷർമെന്റ്സ് എടുക്കണം. നിങ്ങളുടെ സ്കെയിലിലെ പോലെ, സ്കെയിൽ നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരുടെയും സ്കെയിൽ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ. ഇപ്പോ നമ്മൾ 0യിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാം 1 യൂണിറ്റ് വ്യത്യാസത്തിൽ അതായത് എല്ലാ നമ്പേഴ്സിന്, അതായത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അറിയാലോ നമ്പേഴ്സിന്റെ എല്ലാം, അതായത് 0, 1, 2, 3, 4 എക്സെട്ര, അതിന്റെ എല്ലാം ഡിഫറൻസ് ഏതൊരു കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതിൽ നമ്മളിവിടെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെയാണ് ഈ ഫിഗറിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, വെച്ചാൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിതിൽ ഇനി എങ്ങനെ ഫ്രാക്ഷൻസിനെ കാണിക്കാം? രണ്ട് നമ്പറിന്റെ, അതായത് ഇപ്പം 0യുടെ 1ന്റെ ഇടയിൽ എത്ര പോയിന്റ്സ് ഉണ്ടാവും? അതായത് 0ന്റെ 1ന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഒരു ഗസ്. ഹലോ സർ. കേൾക്കുന്നുണ്ടോ?
കേൾക്കാം സാർ. ഓക്കെ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഇപ്പൊ 0യുടെയും 1ന്റെ ഇടയിൽ എത്ര പോയിന്റ്സ് ഉണ്ടാവും? എത്ര 10. എത്ര ഡിവിഷൻസ് ഉണ്ടാവും? 10. അങ്ങനെ 10 എന്ന് പറയാൻ സാധിക്കുന്നത്? അപ്പോൾ ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇപ്പം ഒരു സൈഡിൽ 0യും മറ്റേ എൻഡ് 1 മാത്രമായിട്ട് എടുക്കാം. ഈ 0യുടെയും 1ന്റെ ഇടയിൽ 10 ഡിവിഷൻസേ ഉള്ളൂ. സ്കെയിലിൽ 10 ഉള്ളൂ, അത് ഞാൻ സമ്മതിക്കുന്നു. സ്കെയിലിൽ 10 ഉള്ളൂ. ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് 0യിൽ നിന്നും ആ പോയിന്റിലേക്കും ആ പോയിന്റിൽ നിന്നും 1ലേക്കും സെയിം മെഷർ ആയിരിക്കും. അതെന്ന് പറയുന്നത് 0യിൽ നിന്നും 1ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണെങ്കിൽ ഇതിന്റെ 0യ്ക്കും 1ന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 1ന്റെ ഹാഫ് ആയിരിക്കും. അതായത് 1/2 അല്ലേ? അതെ. ഓക്കെ, നമുക്ക് സ്കെയിലിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ രണ്ട് മെഷർമെന്റ്സിന്റെ ഇടയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ആണ് 10 യൂണിറ്റ്സ്. പക്ഷേ 0യുടെയും 1ന്റെയും ഇടയിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കാത്ത അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം 1ഉം 1ന്റെ 1 ഇപ്പൊ 0യും 1/2 എടുക്കാം. ഈ 0യുടെയും 1/2ന്റെയും മിഡ് പോയിന്റ് എന്തായിരിക്കും? 0യുടെയും 1ന്റെയും മിഡ് പോയിന്റ് 1ന്റെ ഹാഫ് ആണ്. അപ്പം 0യുടെയും 1/2ന്റെയും ഇടയിലുള്ള നടുക്കുള്ള പോയിന്റ് എന്ന് പറയുന്നത് 1/2ന്റെ ഹാഫ് ആയിരിക്കത്തില്ലേ? ദാറ്റ് ഈസ് 1/2/2 എന്ന് വെച്ചാൽ 1/4. അതായത് 1/2/2, അതായത് 2 × 2 വരുമ്പോൾ 1/4, അതായത് 0.25 യൂണിറ്റ്. മനസ്സിലായോ? ഇനിയും നമ്മൾ 1/2ഉം 1ഉം എടുക്കുകയാണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഇതിന്റെ 1/2നും 1നും ഇടയിലുള്ള മെഷറും 1/2 തന്നെയല്ലേ? ഹാഫും ഹാഫും അല്ലേ? സോ ഇവിടുന്ന് 1/2ൽ നിന്നും 0യിൽ നിന്നും 1/2 വരെ ഇടയിലുള്ള മെഷർ 1/2 ആണെങ്കിൽ 1/2ൽ നിന്നും 1ലേക്കുള്ള മെഷറും 1/2 തന്നെയാവും. അപ്പോ അല്ലേ? അതെ. അപ്പോ 0യിൽ നിന്നും ഈ പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഇപ്പം ഇവിടുന്ന് 0യിൽ നിന്ന് 1/4ഉം കഴിഞ്ഞ് 1/2ഉം കഴിഞ്ഞ് ഇവിടെ വരെയുള്ള ദൂരം. അപ്പോൾ ഇതെല്ലാം 1/4കളായിരിക്കും ഇതിന്റെ ഇടയിലുള്ള ഈ ഇത്രയും മെഷർമെന്റ്. കാരണം 0നും 1നും ഇടയിൽ നമ്മൾ 4 പാർട്ടീഷൻസ് കൊടുക്കുക. ആ 4 പാർട്ടീഷൻ ഒന്നിനെ 4ആക്കി തരംതിരിക്കുക. അപ്പോൾ 4 ഈക്വൽ പാർട്സ് ആയതുകൊണ്ട് അതിന്റെ ഇടയിലുള്ള എല്ലാ മെഷർമെന്റും 1/4 ആയിരിക്കും. അപ്പോൾ 0യിൽ നിന്നും ഈ പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4. അപ്പോൾ 3 1/4ഉം കൂടെ കൂട്ടുന്ന 3/4 യൂണിറ്റ് വരും. 1/2ന്റെയും 1ന്റെ മിഡ് പോയിന്റ്. ഒന്നുകൂടെ ക്ലിയർ ആക്കി കാണിച്ചു തരാം. അതായത് നമ്മൾ 0നെയും 1നെയും 4ആക്കി പാർട്ടീഷൻ ചെയ്തപ്പോൾ അതിന്റെ ആ പോയിന്റുകളുടെ ഇടയിലുള്ള ഓരോന്നിന്റെ മെഷർ 1/4 ആണ്. അതായത് 1/4, 0യ്ക്കും 1/4നും ഇടയിലുള്ള ദൂരം 1/4, 1/4നും 1/2നും ഇടയിലുള്ള ദൂരം യൂണിറ്റ് 1/4, 1/2നും 3/4നും 3/4 to 1. Each are 1/4. മനസ്സിലായോ?
മനസ്സിലായി. അപ്പോൾ നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ 0 1 2 3 ആൻഡ് -1 -2 -3 ഈ 0യ്ക്കും 1നും ഇടയിൽ നമ്മളിപ്പോൾ ഇപ്പൊ നമ്മൾ 4 പോയിന്റ്സ് കണ്ടുള്ളൂ. അതിൽ കൂടുതൽ പോയിന്റ്സ് അവരുടെ ഇടയിലെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ മാക്സിമം നമുക്ക് 10 ഡിവിഷനല്ലേ കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി പോയിന്റ്സിനും ഇടയിൽ ഇതേപോലെ ഇന്യൂമറബിൾ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. അത് നമുക്ക് എല്ലാം ചില പ്രാക്ടിക്കലി നമുക്ക് ഇതില് നമ്മളൊരു സ്പേസിൽ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല, അൺകൗണ്ടബിൾ ആയതുകൊണ്ട്. വളരെ കൗണ്ടബിൾ ആയിട്ടുള്ള പോയിന്റ്സിനെ മാത്രമേ നമുക്ക് ഒരു ലൈനിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഈ ലൈൻ ഇത്രയും മാത്രമല്ല, റൈറ്റിലോട്ട് 3 4 അപ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും -1 -2 അപ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും പോകുന്നുണ്ട്. മനസ്സിലായി? ഹലോ, കേൾക്കാം സർ. ഓക്കെ. അപ്പൊ നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ഒരു ലൈനിൽ എങ്ങനെ മാർക്ക് ചെയ്യാം എന്ന് നോക്കി. 1 2 3 അപ് ടു നമ്മൾ സ്കെയിലിലെ പോലെ തന്നെ ഈക്വൽ മെഷർമെന്റ്, ഈക്വൽ യൂണിറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് എടുക്കാം. ഇപ്പോൾ 1നും 2ല് ഞാൻ മാക്സിമം പോയിന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 യൂണിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് 2 യൂണിറ്റ് ആയിട്ട് എടുത്ത് വരയ്ക്കാൻ പറ്റും. ഈച്ച് പോയിന്റ്, എല്ലാ പോയിന്റിന്റെ ഇടയ്ക്ക് 2 യൂണിറ്റ്. അപ്പോൾ നമുക്ക് അതിന്റെ ഇടയിലുള്ള ഫ്രാക്ഷൻസിനെ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 0യും 1ഉം എടുത്ത മാതിരി നമുക്ക് ഇതിൻ്റെ ഇടയിൽ 1/2 1/4 ആൻഡ് 3/4 മാർക്ക് ചെയ്യാൻ സാധിച്ചു. ഇതിലും നമ്മൾ കൂടിയ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ പോയിന്റ്സിനെ നമുക്ക് അതിനകത്ത് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഇത്ര നേരം നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ നോക്കി. ഇനി നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് ആയ √2ഉം √3ഉം നമ്മുടെ ഈ ലൈനിൽ എങ്ങനെ മാർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു യൂണിറ്റ് സ്ക്വയർ ഇന്റെ, അതായത് 1 യൂണിറ്റ് സൈഡുകളായ സ്ക്വയറിന്റെ ഡയഗണൽ √2 ആണ്, അല്ലേ? അല്ലേ? അപ്പോ നമ്മൾ ഈ സ്ക്വയറിന്റെ ബേസിനെ നമ്മൾ ഒരു ലൈനാക്കി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ 0 എന്നും ഈ പോയിന്റിനെ നമ്മൾ 1 എന്നും എടുത്താൽ, ഈ പോയിന്റ് സെന്റർ ആക്കി വെച്ച് ഈ മെഷർമെന്റ് കോമ്പസിൽ അളന്നിട്ട് നമ്മളൊരു സർക്കിള് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനിൽ ആ സർക്കിൾ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് √2. മനസ്സിലായോ? മനസ്സിലായി സാർ. സിമ്പിൾ. നമ്മൾ യൂണിറ്റ് മെഷറുള്ള ഒരു സ്ക്വയർ കൺസിഡർ ചെയ്താൽ അതിന്റെ എല്ലാ സൈഡും 1 യൂണിറ്റ് ആയിരിക്കും. ആ 1 യൂണിറ്റ് നമ്മൾ അതിലൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് അതിന്റെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ആ പോയിന്റ് നമ്മൾ 0യും ഈ പോയിന്റ് നമ്മൾ 1 യൂണിറ്റും ആക്കി എടുത്താൽ ഇതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 ആയിരിക്കും. അപ്പോൾ ഇത് റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഈ പോയിന്റിൽ നമ്മൾ എടുത്ത് സർക്കിൾ വരച്ച് അത് ആ ലൈനെ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആയിരിക്കും √2. ഇതേപോലെ തന്നെ നമുക്ക് √3യെ മാർക്ക് ചെയ്യാൻ സാധിക്കും. √3യെ നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ ആ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ റേഡിയസ് √3 ആയിരിക്കണം. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ √3 വരണം. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ √3 വരണമെങ്കിൽ അത് √2 + 1 യൂണിറ്റ് ആയിരിക്കണം, അല്ലേ?
അതായത് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ 1 യൂണിറ്റ് ഉള്ള ഒരു സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ ഡയഗണൽ √2 ആണല്ലോ. ഈ ഡയഗണൽ റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മൾ √2നെ നമ്പർ ലൈനിൽ ഇതേപോലെ ഇത് സെൻറ്റർ ആക്കി വെച്ച് മാർക്ക് ചെയ്താൽ അവിടുന്ന് ആ √2-ൽ നിന്ന് 1 യൂണിറ്റ് നമ്മൾ മേളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റൊരു ഹൈപ്പോട്ടന്യൂസ് വരയ്ക്കണം. അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം √2-ഉം ഇത് 1-ഉം ആയിരിക്കും. അപ്പോൾ ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് √2 സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയറും ആയിരിക്കും. അപ്പോൾ നമുക്ക് റേഡിയസ് √3 കിട്ടും. അപ്പോൾ അതായത് ഈ മെഷർമെൻ്റ് ആയിരിക്കും √3. അപ്പോൾ ഇവിടെ സെൻറ്റർ ആക്കി ഈ മെഷർമെൻറ്റ് വെച്ച് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈനെ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആയിരിക്കും √3. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. ഇതേപോലെ തന്നെ നമുക്ക് മറ്റ് ഇറാഷണൽ നമ്പേഴ്സിനെ മാർക്ക് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റും എടുത്താൽ. ഇപ്പം നമ്മൾ √2ഉം √3 മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഇതേപോലെ എല്ലാ ഇറാഷണൽ നമ്പേഴ്സിനെ മാർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ എന്തൊക്കെയാണ്? നമ്മൾ ഇന്ന് പറഞ്ഞത് റിയൽ നമ്പേഴ്സ് എന്താണെന്ന്. എന്താ ഒരു റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സ് ഇസ് എ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. എന്താണ് റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇൻഡിജേഴ്സ് ഇസ് either പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ഇൻഡിജേഴ്സും നെഗറ്റീവ് ഇൻഡിജേഴ്സും ഇൻക്ലൂഡിങ് 0 ആൻഡ് ഫ്രാക്ഷൻസും കൂടെ ഒത്തുചേരുന്ന സെറ്റിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത മറ്റ് എല്ലാ നമ്പറും ഇറാഷണൽ ആയിരിക്കും. ഈ സെറ്റിൽ ഉൾപ്പെടാത്ത മറ്റെല്ലാ നമ്പേഴ്സും ഇറാഷണൽ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായി സർ. പിന്നെ നമ്മൾ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ട് അത് ഏതാണ് റാഷണൽ ഏതാണ് ഇറാഷണൽ എന്ന് നോക്കി. ഇപ്പോൾ ഒരു നമ്മൾ ഇപ്പം പോസിറ്റീവ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. നമുക്ക് കുറച്ച് നെഗറ്റീവും കൂടെ നോക്കാം. ദാറ്റ് മീൻസ് -1/2 -√3/2. ഇതിലേതാ റാഷണൽ ഏതാ ഇറാഷണൽ? ഹലോ, കേൾക്കാം സർ. ഇതിലേതാ റാഷണൽ? -1/2 ഇത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ? റാഷണൽ. Rational, because -1/2 is in the form p/q. അതിലെ ന്യൂമറേറ്റർ ആയ -1 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. ആൻഡ് 2 ഈസ് ഓൾസോ ആൻ ഇൻറ്റിജർ, അത് പോസിറ്റീവ് ആണ്. പക്ഷെ അതുകൊണ്ട് ആ രണ്ടും നമ്മുടെ സെറ്റിൽ ഉൾപ്പെടുന്നതായതുകൊണ്ട് -1/2 is an rational number. And -√3/2. √3 എന്നത് ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും -√3/2 is a irrational number. Okay? ഓക്കെ സർ. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ നമ്മൾ ജിയോമെട്രിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, ഒരു ലൈനിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, അത് നമ്മൾ പറഞ്ഞു. നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആ ലൈൻ, അതായത് നമ്മൾ റിയൽ നമ്പേഴ്സിനെ ലൈനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയൽ ലൈൻ എന്നും ഒരു പേരുണ്ട്. ഇതിൽ നമുക്ക് എല്ലാ ഒട്ടുമിക്ക റിയൽ നമ്പേഴ്സിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ?
മനസ്സിലായി. മനസ്സിലായി സാർ. ഓക്കെ ഓക്കെ. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാകാതിരിക്കോ? ഇല്ല സാർ. ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും പറഞ്ഞോ. നമ്മള് ഒന്നുമില്ല സാർ. ആർക്കും ഇല്ല. ഓക്കെ. അപ്പോ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഓക്കെ സാർ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ആരും ഒരു മടിയും വിചാരിക്കണ്ട. ഒന്നുമില്ല സാർ. ഡൗട്ട്സ് ഒന്നുമില്ല. സാർ. ആ ഹലോ. കേൾക്കാം സാർ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു ഓക്കെ സാർ. ഓക്കെ.